ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു സ്കെയിൽ ഉണ്ടാക്കാം. സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി സ്കെയിലാണ്. ഒരിക്കലും പൊട്ടില്ല, പക്ഷേ കത്രിക കൊണ്ടൊക്കെ വെട്ടിയാൽ അത് മുറിയും. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, മുറിയില്ല, ഒരു കല പോലെ വരും. അതെന്താണെന്നറിയാം? നമ്മുടെ നാനോ ടാപ്പ് തന്നെ, വേറെന്താ. നാനോ ടാപ്പ് കൊണ്ട് ഈസി ആയിട്ട് ഒരു ചെറിയ സ്കെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിതാ കുറേ ഗിൽറ്ററും അതും ഇതും എല്ലാം എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതിലൊരു ഡെക്കറേഷനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇത് പിൻട്രസ്റ്റ് കണ്ട് ചെയ്തതൊന്നുമല്ല. ഇത് എന്താ വേറെ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യില്ലേ, അതിൽ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും വേണം പൊട്ടാത്ത സ്കെയിൽ. അപ്പോൾ നമുക്ക് പൊട്ടാത്ത സ്കെയിൽ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളാദ്യം മറ്റേ 1, 2, 3, 4 എഴുതണ്ടേ, അങ്ങനെ എഴുതിയിട്ട് കുറച്ച് ഇത്തിനി വേണം. അതെന്ന് വെച്ചാൽ കുറച്ച് ഒരു A4 ഷീറ്റിൽ പകുതി ഭാഗം. അപ്പോൾ അങ്ങനത്തെ ഭാഗം കൊണ്ട് നമുക്ക് ഫുൾ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നൊക്കെ എഴുതാം. അപ്പോൾ 1, 2 ഞാനിപ്പം 25 വരെയാണ് കേട്ടോ ചെയ്യുന്നത്. 25ൻ്റെ സ്കെയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു വെറൈറ്റിക്ക് 25 ഇരിക്കട്ടെ. അപ്പോൾ 25ൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ 25 നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. 25 ഉള്ളൂ A4 ഷീറ്റിൻ്റെ വലിപ്പം കേട്ടോ. പക്ഷേ ആ സ്കെയിൽ 30 ഉണ്ടെങ്കിലും 25 ഉള്ളൂ ഇത്. എന്നിട്ട് ഞാൻ ഈ സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഈ 1, 2 എഴുതുന്നത്. പിന്നെ ഇതേപോലെയുള്ള വരയില്ലേ, ഈ വരയും 1, 2 ആ സ്ഥലം വെച്ചിട്ടാണ് ഈ സ്കെയിലിൽ നോക്കിയിട്ട് ആണ് ചെയ്യുന്നത്. ഒരിറ്റിന് സെൻറ്റിമീറ്ററൊക്കെ മാറിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞാൻ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ദിവസം ഫസ്റ്റ് വീഡിയോ ഇട്ടത് ഒരു സ്കെയിൽ മേക്ക് ഓവറിൻ്റെ ആയിരുന്നു. ആ വീഡിയോയിലത്തെ അതേ സ്കെയിലാണ് ഇതെന്നറിയാം. അതൊക്കെ എപ്പോൾ പൊട്ടി, അത് എൻ്റെ അനിയൻ പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പുതിയ സ്കെയിൽ വാങ്ങി. അപ്പോൾ നമുക്കത് ഫുള്ള് ചെയ്യാം. അപ്പം നമ്മളിതാ ഫുള്ള് ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്. ഇനി ഇത് നമുക്ക് 1 മുതൽ 25 വരെ വെട്ടണം. ഞാൻ എഴുതിയത് 1, 2, 3, 4 തൊട്ടിട്ട് 25 വരെയാണ്. പക്ഷേ 28 വരെ ഇതിൽ സ്ഥലമുണ്ട്. 28 വരെ എഴുതിയ ഒരു ഇതുണ്ടാവില്ലല്ലോ, ഒരു കണക്കിൻ്റെ ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 25 തന്നെ ആക്കി. ഇനി നമുക്കിതൊന്ന് വെട്ടണം. അപ്പോൾ ഇത് വെട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് കുറേ വെട്ടാൻ നോക്കി, എന്നിട്ടൊന്നും ആദ്യം വെട്ടി. എന്നിട്ട് ഞാനിതാ ഇതേപോലെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ആദ്യം 2 പീസുണ്ട്. എന്നിട്ട് അത് രണ്ടും നമ്മൾ കഴിഞ്ഞ് ആ പീസ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസിൻ്റെ മുകൾ ഭാഗം എന്തോ മെലിഞ്ഞിട്ടും അടിഭാഗം എന്തോ തെടിച്ചിട്ടും ആയത് കാരണം നമുക്ക് മനസ്സിലായി ഈ സ്കെയിൽ കുറച്ച് ഇതാണെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കാതെ തന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ മെയിനായിട്ടുള്ള സാധനം നാനോ ടാപ്പ്. ഈ നാനോ ടാപ്പ് ഞാൻ വെറുതെ വാങ്ങി വെച്ചതാണ്, 3 മാസമായിട്ടോ. ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നാണ്. ഈ 25 സെൻറ്റിമീറ്റർ ഇത് 25 50 സെൻറ്റിമീറ്റർ ഇതുള്ളൂ ഈ നാനോ ടാപ്പ്. വെറുതെ വാങ്ങിയതാണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ സ്കെയിൽ ഉണ്ടാക്കി 25, 50 2 പ്രാവശ്യം അതെടുത്ത് തന്നെ നാനോ ടാപ്പ് തീർന്നു കേട്ടോ. എന്താ എന്നിട്ട് നമ്മളിതാ ഈ ഒരു സാധനം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് സ്കെയിലൊക്കെ കിട്ടിയത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഗിൽറ്ററൊക്കെ ഇടാം ഒരു രസത്തിന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗിൽറ്ററൊക്കെ ഇട്ട് ഒട്ടിച്ച് ലാസ്റ്റ് നാനോ ടാപ്പിൻ്റെ അടിയിലുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല, ഒരു ട്രാൻസ്പാരൻറ്റ് പോലത്തെ ആ സാധനം നമുക്ക് ഒന്ന് ചെയ്യണം, നമുക്ക് പറിക്കണം. പക്ഷെ ഞാൻ ഇന്ന് വരെ അത് പറിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ പറിക്കാൻ, എനിക്ക് പറിച്ചാൽ അതിന്മേൽ പൊടിയൊക്കെ പിടിക്കുമെന്നൊരു പേടി. ഞാൻ ഇതുവരെ ഇത് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടുത്തെ വരെ നല്ല ഇതാണ് കേട്ടോ. ഇത് വെട്ടാൻ
പാടാണ്. ഈ നാനോ ടാപ്പ് എന്ന് പറയുന്നത് കത്രിക വരെ ഒട്ടിപ്പിടിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മളിതാ അങ്ങനെ എങ്ങനെയല്ലോ വെട്ടിയെടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നാനോ ടാപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ഡിസ്റ്റായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ക്യൂട്ട്നെസ് വേണമെങ്കിലുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പാരൻ്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ഒട്ടിക്കുന്ന സാധനമൊക്കെ ഒട്ടിക്കാം. എൻ്റെ അടുത്തൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ആ ഫ്രണ്ട് തന്ന ആ ക്ലിപ്പ് ഞാൻ തന്നെ പൊട്ടിച്ചു. എന്നിട്ട് അതിലത്തെ സാധനങ്ങളൊക്കെ ഇതിലിടാം. അതിൽ കുറേ നല്ല സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഫുള്ള് വെതറിയിട്ടുണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഈ സ്റ്റാർസ് ഈ പൂവൊക്കെ ആ ഇതിലുള്ളതാണ്. ഇനി നമുക്കിതിട്ടു. നമ്മളിത് ഇട്ടപ്പോഴാണ് ശരിക്കും ലുക്ക് കിട്ടിയത്. വീഡിയോ ചിലപ്പം മുകളിൽ നാനോ ടാപ്പ് ഒട്ടിച്ച പോലെയാണ് വീഡിയോ കാണുക. പക്ഷെ മുകളിൽ നാനോ ടാപ്പ് ഒട്ടിച്ചിട്ടില്ല, ഇനി ഒട്ടിക്കുകയുള്ളൂ. ഈ നാനോ ടാപ്പും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കാണാം. അപ്പം ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നാനോ ടാപ്പ് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് തീർന്നിട്ടുണ്ട്. അത് 50 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുൾ ഒരു ട്രാൻസ്പാരൻറ്റ് പോലത്തെ സാധനമാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് ഇതാണെങ്കിൽ ഒട്ടുന്നുണ്ട്, നല്ലോണം ഒട്ടുന്നുണ്ട് കൈമേലൊക്കെ. അതുകൊണ്ട് ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഞാനിതാ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വേസ്റ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ നാനോ സ്കെയിലിൻ്റെ. എന്ത് ചെയ്താലും എന്ത് ചുരുട്ടിയിട്ടാലും ദേഷ്യം വരുമ്പോൾ ഒക്കെ ചുരുട്ടി ചാടാൻ തോന്നുമ്പോൾ ഇതിനെടുത്തങ്ങ് ചാടിയാൽ മതി. ഇതിനെടുത്തങ്ങ് ചുറ്റി ഒരു ഇതാക്കിയാലും അതുപോലെ കടിച്ചു പറിച്ചതൊക്കെ നല്ലോണം പോകും കേട്ടോ. പിന്നെ എന്തെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം മറക്കാതെ ചെയ്യണം. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് പിന്നെ ഫേക്കാണ്. അപ്പോൾ നല്ലോണം ഒട്ടുന്നുണ്ട്. കൂടാതെ ഈ സ്കെയിൽ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം. അത് ഒട്ടുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ഒട്ടില്ല. ഇതിൻ്റെ മുകളിലത്തെ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് പറിക്കാം. ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ, അതുമ്പോൾ പൊടിയൊക്കെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ബെൽ ബട്ടണും ഒന്നും അടിക്കാൻ മറക്കണ്ട. ബൈ. അപ്പോൾ ഇതിൻ്റെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നാനോ ടാപ്പ് ഇല്ലാത്തവർ ഇല്ല എന്നൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉള്ളവർ ഉണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേർക്ക് ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുറച്ച് സാധനം മാത്രം, അതും നാനോ ടാപ്പ് ഒഴികെ വീട്ടിൽ ഇതേപോലത്തെ എല്ലാ സാധനവും ഉണ്ടാകും. അപ്പോൾ അതിനെ കൊണ്ടൊക്കെ ചെയ്യാം. പക്ഷെ നാനോ ടാപ്പും കൂടി മതി. പിന്നെ ഒരു വെറൈറ്റിക്ക് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഇട്ട വീഡിയോ പോലെ തന്നെ ഇതിനും ഒന്ന് നമ്മൾ ഈ ഒരു കവായി സ്റ്റിക്കറിൻ്റെ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുകയാണ്. മുകളിൽ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇത് സെലോ ടാപ്പ് ഒട്ടിക്കണം, അതാണ്. പിന്നെ എനിക്കൊരു കുഞ്ഞ് പൗച്ചുണ്ടായിരുന്നു, അതിലത്തെ എല്ലാ സാധനവും ഞാൻ ഇട്ട് വിതറിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കുറോമിയും മെമ്മലഡിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സെലോ ടാപ്പ് മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ അത് ട്വിസ്റ്റാണ് എന്ന് വെച്ചാൽ നമ്മുടെ കവായി സ്റ്റിക്കർ ഫുള്ളായിട്ട് ഇങ്ങനെ പറിക്കൂലേ, അങ്ങനെ പറിക്കാൻ പാടില്ല. നമ്മൾ വെട്ടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ വെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആ സെലോ ടാപ്പ് അതിൻ്റെ മുകളിലാണ് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് മുകളിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടാകും. അതിൽ ഈ ഒരു കവായി സ്റ്റിക്കറില്ല, കാരണം അതങ്ങ് പറഞ്ഞു പോയിട്ടോ. കുറച്ചും കൂടി നല്ലോണം ഒട്ടിക്കണമായിരുന്നു. ഞാൻ നല്ലോണം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി, അപ്പോഴും ഞാൻ കുറച്ച് നല്ലോണം ഒട്ടിക്കാതിരുന്നു. അപ്പോൾ അത് പിന്നെ കാണാണ്ടായിട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കവായി സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പേഴ്സും സാധനത്തിന് കളറൊക്കെ അടിക്കാം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കവായി സ്റ്റിക്കറും കൂടി വെച്ചാൽ ക്യൂട്ട്നെസ് നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ കവായി സ്റ്റിക്കർ ഒന്നും കൂടി വെക്കണം. അപ്പോൾ ഞാൻ
കവായ് സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. കവായ് സ്റ്റിക്കർ ഇതേപോലെ സെലോ ടാപ്പ് കൊണ്ട് ഒന്നൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് 25 തൊട്ട് 1 വരെ അല്ല 1 തൊട്ട് 25 വരെ ഉണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.